ഇന്നിവിടെ 3 മീൻ കൊണ്ടുവന്നു. ഒരെണ്ണം ഒരു 500 ഗ്രാം വെച്ചുണ്ട്. ഇതൊന്ന് നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന ആ രീതിയിൽ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ജിഞ്ചർ, ഗാർലിക്, ഓണിയൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിലെടുത്ത് ഞുറുക്കി വയ്ക്കുക. ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ചിട്ട് നമുക്കിതെല്ലാം വഴട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കോക്കനട്ട് ഓയിൽ ഒരു 2-3 സ്പൂൺ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ആദ്യം ജിഞ്ചർ ഇടണമേ. ജിഞ്ചർ അങ്ങനെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിയൊന്നും വേണ്ട, ഒന്ന് ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞു കൊടുത്തേച്ച് അതിനകത്തേക്ക് നമുക്ക് ഈ 3 മീനും വറുക്കാൻ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് അങ്ങ് ഇടുക. ഇഞ്ചിയുടെ ആ പച്ച സ്മെൽ മാറി നമുക്ക് മനസ്സിലാകുമ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുത്തേക്കുക. അങ്ങനെ വെളുത്തുള്ളിയും ഇട്ടു. ഇത് രണ്ടിൻ്റെ സ്മെല്ല് പച്ചക്കുത്ത് മാറുമ്പം ഈ വെളുത്തുള്ളിയുടെ മാറുമ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ഒണിയൻ കംപ്ലീറ്റ് ഉണ്ട്, ഒരു വലിയ ഒണിയനായിരുന്നു, അത് മൊത്തം ഇട്ട് നന്നായിട്ടിത് വഴട്ടുക. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുക, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, അതുപോലെ ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണിനടുത്ത് നാരങ്ങ നീരും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ വഴട്ടിയെടുത്തതിനെ അതിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഏകദം പേസ്റ്റായി പോരുത്, ഈ പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് കടായിലിട്ട് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചില്ലി, ടർമറിക്, പെപ്പർ പൗഡർ, അതുപോലെ സോംഫ്, പെരിഞ്ജീരകം, കോൺഫ്ലോർ, കറി ലീവ്സ്, സോൾട്ട് ഇത്രയും നന്നായിട്ടിട്ട് മിക്സ് ചെയ്യുക. എന്തിനാണ് നമ്മൾ കോൺഫ്ലോർ ഇടുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ സെറ്റായിട്ട് മീനയിൽ ഒട്ടിയിരിക്കണമെങ്കിൽ ഇച്ചിരി കോൺഫ്ലോർ ഇട്ടാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇളകി പോകും നമ്മൾ പുരട്ടി പിടിപ്പിക്കുമ്പോഴേ. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മീനിന് പുളിയുടെ ആവശ്യത്തിനാണ് ഇച്ചിരി ലെമൺ ആ മിക്സിയിൽ അരയ്ക്കുമ്പോൾ തന്നെ ഇടാൻ പറയുന്നത്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് മിക്സാക്കി പൊടിയുടെയൊക്കെ പച്ച സ്മെല്ലെല്ലാം മാറിക്കഴിയുമ്പം ഇതിനെ നമുക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് ഇല വാട്ടണം. പൊതിച്ചോറിന് എങ്ങനെയാണ് ഇല വാട്ടുന്നത് അതുപോലെ നമ്മൾ ഇല വാട്ടിയെടുക്കുന്നു. നമ്മൾ ഈ പൊതിച്ചോറ് കെട്ടുന്ന പോലെ കെട്ടുന്നതിന് മുമ്പേ ആദ്യം ഒരു ഒറ്റപ്പാളിയായിട്ട് വേറൊരു ഇലയിൽ പൊതിഞ്ഞതിന് ശേഷമാണ്. എന്തു തന്നെ ആയാലും വാട്ടിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇല പൊട്ടിയിട്ട് നമ്മളിടുന്ന മസാലയൊക്കെ വെളിയിലോട്ട് പോകും. അങ്ങനെ പോകാതെ നന്നായിട്ട് കവർ ചെയ്യണം. അതിനുവേണ്ടി ഇലയും വാട്ടി വെച്ചു. ഇനി നമുക്ക് മീൻ പുരട്ടി വയ്ക്കുന്ന പണിയിലേക്ക് പോകാം. മീൻ നന്നായിട്ട് അടുത്തടുത്ത് നന്നായിട്ട് വരഞ്ഞെടുത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടെ അടുപ്പിച്ച് വരഞ്ഞ് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ഞാനിപ്പം പെപ്പർ പൗഡർ 1 സ്പൂൺ ഇവിടെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പുരട്ടി വയ്ക്കാൻ പോവാം. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഫസ്റ്റ് ഞാനൊരു പെപ്പർ പൗഡർ എവിടെ ഇട്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ 1 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടു. അത് കഴിഞ്ഞേച്ച് ആ ക്രഷ് ചെയ്ത് അരച്ച് കൊണ്ടുവന്നതിനകത്ത് പിന്നെ നമ്മൾ കടായിലിട്ട് ഇളക്കുമ്പോൾ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് പെപ്പർ പൗഡർ, പിന്നെ ഇവിടെ ഇട്ടു. അങ്ങനെ 3 സ്പൂൺ പെപ്പർ പൗഡറും സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇടേണ്ടതിന് ഞാൻ ക്രഷ് ചെയ്തത് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/4 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിനകത്ത് മിക്സ് ചെയ്താൽ ഒരു റെഡ് കളറൊക്കെ കിട്ടും. പക്ഷേ ഈ അത്യാവശ്യം എരിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിതിനകത്ത് ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. എരി എനിക്ക് ഇത്രയൊക്കെ മതി. എരി ആവശ്യത്തിന് കുറച്ചുകൂടെയൊക്കെ വേണ്ടിവരാണെങ്കിൽ കുറച്ചുകൂടെ ആവശ്യത്തിന് മുളകൊക്കെ ചേർത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുരുമുളകായ എപ്പോഴും മീനിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഒക്കെ ചേർത്ത് ഉപ്പും അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മീൻ വറുക്കുമ്പോൾ. ഈ പുരട്ടുന്നത് നല്ല സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലോർ ഇതിനകത്ത് ഇച്ചിരി ആഡ് ചെയ്തത്. അതും കൂടെ ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇളകി വിട്ടങ്ങ് പോകും. അങ്ങനെ ഒരുപാടൊന്നും ഞാൻ മസാല ഇട്ടിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒണിയനൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നത്. നാരങ്ങ നീര് ഞാൻ പുളിക്ക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, മിക്സിയുടെ ജാറിൽ അരയ്ക്കുന്ന സമയത്ത്. ഇത് എപ്പോഴും മീനിന് നാരങ്ങ അല്ലാതെ തൈര് പുളിക്ക് ഒരിക്കലും ചേർക്കരുത്, നമുക്ക് മീനിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. നാരങ്ങ നീര് ചേർക്കുന്ന പോലെ ഒരിക്കലും തൈര് ചേർത്താൽ രുചി വരത്തില്ല. അതുകൊണ്ട് തൈര് മീനിന് ചേർക്കരുത്, എപ്പോഴും നാരങ്ങ നീര് ചേർക്കണം പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കണമെങ്കിൽ. അങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തായാലും നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി അടുത്തത് നമുക്ക് വാഴയിലയിൽ പൊതിയുന്ന പരിപാടി നോക്കാം. വാഴയിലയെല്ലാം ശരിയാക്കി കട്ട് ചെയ്ത് അടുക്കിന് വെച്ചിരിക്കുക. ഇനി ഓരോന്നും നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് ഇങ്ങനെ നമുക്കിനി ഓരോന്നെടുത്ത് പൊതിയാമേ. നോക്കിക്ക്, അതിൻ്റെ പുറത്തൊക്കെ തേച്ചത് കണ്ടോ, പിന്നെ ഇളകി വരുന്നത്. ഞാൻ സ്വല്പമല്ലേ ആ കോൺഫ്ലോർ ഇട്ടുള്ളത് കൊണ്ടാണ്. കോൺഫ്ലോർ ഒരു 1/2 സ്പൂണെങ്കിലും ഇട്ടാലേ പിടിച്ച് നിൽക്കത്തുള്ളൂ. ഞാൻ 1/4 സ്പൂണേ ഇട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. ഇനി നമുക്കിതിനെ പൊതിയാം. എൻ്റെ കൈ കഴുകിയിട്ട് വരട്ടെ.
ഈ ഇലയെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം ആദ്യം. അതിനുശേഷം നമുക്ക് പൊതിച്ചോറിൻ്റെ ഇല എങ്ങനെയാണോ അതുപോലൊരു ഇലയിൽ മടക്കുന്നത് കണ്ടോ. ഇങ്ങനെ തന്നെ മടക്കണം എന്നൊന്നുമില്ല, നന്നായി പൊതിഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം കണ്ടോ ആദ്യത്തെ പൊതിയായി. ഈ കെട്ടുന്ന വള്ളി എങ്ങനെയാണെന്നറിയാമോ? ഇതിൻ്റെ പുറവശത്ത് ഈ പൊതിച്ചോറിന് നമ്മൾ എടുക്കുമ്പോൾ ഇലയുടെ പുറവശത്ത് ഒരു ഇത് കട്ട് ചെയ്ത് മാറ്റത്തില്ല, ആ സാധനത്തിനെ തന്നെ നമ്മൾ നുള്ളിക്കീറി വള്ളിയാക്കിയതാണ്. ഇതിനി രണ്ടാമത്തേതും ഞാനതുപോലെ പൊതിഞ്ഞു, അതും കെട്ടിവെക്കുക. അടുത്തത് മൂന്നാമത്തേത്. ഇതും നമുക്ക് അതുപോലെ തന്നെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ഉരുളി വലുതുണ്ട്, അതിനകത്തോട്ട് വയ്ക്കാം നമുക്ക്. ഉരുളിക്കകത്തോട്ട് ഈ 3 പൊതിയും നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കണം. വെച്ചുകൊണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് ആ സ്റ്റൗവിൽ വയ്ക്കാമേ. അങ്ങനെ അതും ഞാൻ കെട്ടി. 3 പൊതി കെട്ടുന്ന പരിപാടി കഴിഞ്ഞു. ഇനി സ്റ്റൗവിലേക്ക് കണ്ടോ ഉരുളിയിൽ ഇനി നമ്മൾ വെജിറ്റബിൾ ഓയിൽ മേളിൽ ഒഴിച്ചു കൊടുക്കും. അകത്ത് നമ്മൾ മീനെ പിടിക്കാൻ നല്ല കോക്കനട്ട് ഓയിലാണല്ലോ അതെല്ലാം വഴറ്റി, ഒരു 2-3 സ്പൂണോളം ഓയിലുണ്ട്. ഇത് പുറമേ ഇല എന്തിനാന്ന് വെച്ചാൽ ഇല കരിയാതിരിക്കാനാണ്, നമ്മുടെ പാത്രത്തെ കരി പോലെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ചു. അടച്ചു വയ്ക്കുമ്പോൾ ഇല ഒന്ന് നല്ല പുഴുങ്ങീസായിട്ട് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ അങ്ങ് ഇറങ്ങത്തില്ലയോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ചു വെച്ചത്. അടച്ചു വെച്ച് ഇതിനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു പ്രാവശ്യം തിരിച്ചിട്ടല്ലോ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചേച്ച് ഒന്നുകൂടെ ആ ഒരു ഇലയുടെ ആ സൈഡും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇനി ഓപ്പൺ ചെയ്ത് വെച്ച് ഇലയുടെ ആ വെള്ളം ഇറങ്ങിയതൊക്കെ ഒന്ന് പറ്റട്ടെ. ഒന്ന് വറ്റി കഴിഞ്ഞ് അതൊന്ന് ഫ്രൈ ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. നോക്കിക്കാൻ നടുവശത്ത് എണ്ണയൊക്കെ കിടപ്പുണ്ടേ, സൈഡെല്ലാം ഉണങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കിക്കോ, ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കട്ടെ. കാര്യം നടുക്ക് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു തീ കൂടുതൽ കിട്ടിയിട്ട് നന്നായിട്ട് ഫ്രൈ ആകുന്നുണ്ടാവും. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ഞാൻ ഫ്രൈ ആക്കി എടുക്കാൻ തീരുമാനിച്ചെന്തായാലും. അങ്ങനെ ഏകദേശം ആയി വരുന്നു. ഇനി ഓരോ സൈഡും കൂടെ തിരിച്ച് അങ്ങനെ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ പുറത്തെ ഇല നന്നായി കരിഞ്ഞാലേ അകത്തെ ഇലയിൽ ചൂടിറങ്ങിക്കൊണ്ട് അകത്തുള്ള മീൻ നല്ല വേഗത്തുള്ളൂ. ഓപ്പൺ ആക്കി വെച്ചതിൻ്റെ വെള്ളമെല്ലാം പോയി, ഇപ്പം ആ കിടക്കുന്ന ഓയിൽ മാത്രമേ ഉള്ളേ. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്തു. ഇനി പതിയെ നമുക്കിത് ചൂടോട് തന്നെ പ്ലേറ്റിലേക്ക് എടുക്കാനുള്ള പരിപാടി നോക്കാം. എനിക്ക് തോന്നി മീൻ മാത്രം മതി ചോറുണ്ണാനെന്ന്. ഇനി ഒന്നൊന്നായിട്ട് അഴിച്ച് ഞാനിങ്ങനെ എടുക്കട്ടെ. അകത്തെ ഇല പൊതിയാണിത്, പുറമേ ഉള്ള ഇലയെല്ലാം കരിഞ്ഞ് കീറിപ്പോയി, അപ്പോൾ അകത്തെ ഇല പൊതി മാത്രമായത്. ഇനി ഇതിന് ഓരോന്നായിട്ട് ഓരോ പ്ലേറ്റിലായിട്ട്. ഭയങ്കര ചൂടാണേ, ചൂടോടെ തന്നെ കഴിച്ചാലല്ലേ അതിനൊരു രസം വരൂ. എന്തായാലും അഴിച്ചെടുക്കുക. ഒന്ന് കഴിഞ്ഞു. ഞാനിതെല്ലാം എടുത്തിട്ട് ഇളക്കി കാണിക്കാമേ. 2 എടുത്തു, നോക്കിക്കോണേ. ഇളക്കുമ്പോൾ നല്ല ഫ്രൈ ആയി, നല്ല വെന്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന പോലെയല്ല, ഫ്രൈ ആക്കിയതുപോലെ തന്നെയാണേ. നോക്കിക്കേ കണ്ടോ.